بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. خلاصة الفقه الإسلامي രണ്ടാം വാള്യം. അൽ ജമാഅത്തു ഫിൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിലുള്ള ജമാഅത്ത്. തുസന്നുൽ ജമാഅത്തു, ജമാഅത്ത് സുന്നത്താക്കപ്പെടും. ഫി സ്വലാത്തിൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിൽ. കമാ മറ, മുമ്പ് പറഞ്ഞതുപോലെ. ഫയുസന്നു ഫീഹ, ആ നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെടും ജമാഅത്തിൽ. വുഖൂഫുൽ ഇമാമി, ഇമാമ് നിൽക്കൽ. വൽ മുഫർദി, ജനാസ നിസ്കാരത്തിൽ തനിച്ച് നിസ്കരിക്കുന്നവനും നിൽക്കൽ സുന്നത്താണ്. ഇൻദ റഅ്സി ദക്കരി, പുരുഷനായ ജനാസയാണെങ്കിൽ അവന്റെ തലയുടെ അടുത്തും. വ അജീസത്തിൽ ഉൻസ, സ്ത്രീയായ ജനാസയാണെങ്കിൽ അരക്കെട്ടിനടുത്തും നിൽക്കൽ സുന്നത്താക്കപ്പെടും. വയുസന്നു ഫീഹ, ജനാസ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ സുന്നത്താക്കപ്പെടും. ജഅലു സുഫൂഫി സലാസതൻ ഫഅക്സറ, സഫുകൾ മൂന്നോ മൂന്നിൽ കൂടുതലോ ആക്കലാണ് സുന്നത്ത്. മഅ്മൂമികൾ ആറോ കൂടുതലോ പേരുണ്ടെങ്കിൽ ആണ് ഈ പറഞ്ഞത്. നേരെമറിച്ച് ആറിൽ താഴെ 5 പേരെ മഅ്മൂമികളുള്ളൂ എങ്കിൽ ഒരാൾ ഇമാമിന്റെ കൂടെ ഒരു സഫായിട്ട് നിൽക്കുകയും ബാക്കിയുള്ള 4 പേര് അതിന്റെ പിന്നിൽ 2 സഫായിട്ട് നിൽക്കുക. അപ്പൊ ഇമാമിന്റെതടക്കം 3 സഫായി കൂട്ടും. ഇനി അവർ 4 പേരെ ഉള്ളൂ എങ്കിൽ ഇമാമിന്റെ പിന്നിൽ 2 സഫായിട്ടേ നിൽക്കാൻ നിർവാഹമുള്ളൂ. അവർ 3 പേരാണെങ്കിൽ ഇമാമിന്റെ പിന്നിൽ 3 പേരും കൂടി ഒറ്റ സഫായിട്ട് നിൽക്കുക. 2 പേരാണെങ്കിലും അങ്ങനെ തന്നെ. ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നോ കൂടുതലാക്കൽ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ല അലൈഹി സലാസത്തു സുഫൂഫിൻ, ഒരാൾ അവന്റെ മേലിൽ 3 സഫുകൾ ജനാസ നിസ്കരിച്ചാൽ ഫഖദ് ഔജബ, അവന് നിർബന്ധമായി, സ്വർഗവും മഗ്ഫിറത്തും നിർബന്ധമായി. റവാഹു അബൂദാവുദ വ തുർമിദിയു, ഇമാം അബൂദാവുദും തുർമിദിയും ആ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. വസ്സുഫൂഫു സലാസത്തു ഹുന, ജനാസ നിസ്കാരത്തിൽ 3 സഫുകളും ബി മർത്തബത്തിൻ വാഹിദത്തിൻ, ഒരേ സ്ഥാനത്തിലാണ്. ഫിൽ ഫളീലത്തി, മഹത്വത്തിന്റെ കാര്യത്തിൽ. നിലവരിച്ച് ഒരാള് നിസ്കാരം തുടങ്ങിയതിന് ശേഷം പിന്നീടാണ് വന്നത്, സഫൊക്കെ കെട്ടിയതിന് ശേഷം പിന്നീടാണ് വന്നത് എങ്കിൽ അവന് 3-ാം സഫ് അവന്റെ ഹക്കിൽ അത് മഫ്ളൂലാണ്, ഫളീലത്തുള്ളതല്ല. അപ്പൊ അവന് ഫളീലത്ത് കിട്ടണമെങ്കിൽ 1-ാം സഫിൽ തന്നെ നിൽക്കണം. മുതാബഅത്തുൽ ഇമാമി, ഇമാമിനെ തുടരൽ. ഫിൽ ജനാസത്തി, ജനാസസ്കാരത്തിൽ. അത്തഖല്ലുഫു അനിൽ ഇമാമി, ഇമാമിനെ തൊട്ട് പിന്തൽ. ബി തക്ബീറത്തിൻ, ഒരു തക്ബീർ കൊണ്ട് പിന്തൽ. അഥവാ ഒരു തക്ബീറും കഴിഞ്ഞ് അടുത്ത തക്ബീറിലേക്ക് ഇമാമ് കടന്നു. ആ രൂപത്തിൽ മഅ്മൂമ് പിറകിലാകൽ. യുബ്തിലു സ്വലാത്ത, അവന്റെ നിസ്കാരത്തെ ബാത്തിലാക്കും. ഫഇന്നഹു കത്തഖല്ലുഫി ബിറകഅത്തിൻ, കാരണം ഇവിടെ ഒരു തക്ബീറത്ത് കൊണ്ട് പിന്തൽ ഒരു റകഅത്ത് കൊണ്ട് പിന്തുന്നത് പോലെയാണ്. അപ്പൊ ഉദാഹരണം പറയാം. ഫലൗ കബ്ബറൽ ഇമാമു, അപ്പോൾ ഇമാമു തക്ബീർ ചൊല്ലി. വതഖല്ലഫൽ മഅ്മൂമു, മഅ്മൂമ് പിന്തുകയും ചെയ്തു. ബിലാ ഉദ്രിൻ, ഒരു കാരണവുമില്ലാതെ. അതായത് ഫലം യുക്കബ്ബിർ, ആ മഅ്മൂമ് തക്ബീർ ചൊല്ലിയില്ല. ഹത്താ ശറഅൽ ഇമാമു ഫിൽ ഉഖറ, ഇമാമ് അടുത്ത തക്ബീറിൽ ആരംഭിക്കുന്നത് വരെ. അടുത്തത് തക്ബീർ ആണെങ്കിൽ. ഔ ഫിസ്സലാമി, 4-ാം തക്ബീറിന് ശേഷമാണെങ്കിൽ സലാമിൽ ആരംഭിക്കുന്നത് വരെ ഇവൻ തക്ബീർ ചൊല്ലിയില്ല എങ്കിൽ ബത്ലത്ത് സ്വലാത്തുഹു, കാരണം കൂടാതെ പിന്തിയാൽ
ആ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. കാരണമുണ്ടെങ്കിൽ, ഉദാഹരണം അവൻ ഓത്ത് പതുക്കെയാണ്, അല്ലെങ്കിൽ അവൻ മറന്നുപോയതാണ്, അല്ല ഇമാമിന്റെ തക്ബീർ കേൾക്കുന്നില്ല, ഇങ്ങനെ വല്ല കാരണമുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. വലൗ തഖദ്ദമ, മഅ്മൂമ് മുന്തിയാൽ, അംദൻ മനഃപൂർവ്വം, ബി തക്ബീറത്തിൻ ഒരു തക്ബീർ കൊണ്ട് മുന്നിലായിപ്പോയി, എന്നാൽ ലം തബ്തുൽ നിസ്കാരം ബാത്തിലാവുകയില്ല. വലൗ കബ്ബറൽ ഇമാമു ഖംസൻ, ഇമാമ് 5 തക്ബീർ ചൊല്ലിയാൽ, കുരിഹ കറാഹത്താക്കപ്പെട്ടിരിക്കുന്നു, മുതാബഅതുഹു മഅ്മൂമ് പിൻപറ്റൽ, ഫി സായിദി ആ സായിദായ തക്ബീറിൽ 5ാം തക്ബീറിൽ ഇമാമിനെ പിൻപറ്റൽ കറാഹത്താണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? ഫയുഫാരിഖുഹു ഒന്നുകിൽ അവൻ ഇമാമിനെ വിട്ടുപിരിയണം, ഔ യന്തളിറുഹു മനസ്സുകൊണ്ട് വിട്ടുപിരിഞ്ഞിവൻ സലാം വീട്ടുക, അതല്ലെങ്കിൽ ഇവൻ ഇമാമിനെ പ്രതീക്ഷിക്കണം, ഹത്താ യുസല്ലിമ മഅഹു ഇമാമിനോടൊപ്പം സലാം വീട്ടാൻ വേണ്ടി. വൽ ഇന്തിലാറു അങ്ങനെ പ്രതീക്ഷിക്കലാണ് ഹുവൽ അഫ്ളലു അതാണ് അഫ്ളൽ. വൽ മസ്ബൂഖു ഇമാമിന്റെ പിറകിലായവൻ, അങ്ങനെയുള്ള മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ടാണ് ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത്. അതല്ല ഇവൻ രണ്ടാമത്തതിലോ മൂന്നാമത്തെ ഇമാമ് 2ലോ 3ലോ ഒക്കെ ആവുമ്പോഴാണ് ഇവൻ വരുന്നത്. ആ രണ്ടർത്ഥത്തിലും മസ്ബൂക്കാണ്. യുറാഇ ഫി ദിക്രി ദിക്റിൽ അവൻ സൂക്ഷിക്കണം, തർത്തീബ നഫ്സിഹി അവന്റെ സ്വന്തം തർത്തീബിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇമാമ് 3ാം തക്ബീർ കെട്ടുമ്പോഴാണ് ഇവൻ വന്നിട്ട് 1ാം തക്ബീർ കെട്ടുന്നത്. അപ്പൊ ഇവന്റെ തർത്തീബ് 1ാം തക്ബീറിന് ശേഷം ഫാത്തിഹ അവൻ ഓതേണ്ടത് അതാണ്. പിന്നെ അവന്റെ 2ാം തക്ബീറിന്റെ ശേഷം അവൻ സ്വലാത്ത്, അങ്ങനെയാണ് ചൊല്ലേണ്ടത്. വലാകിൻ പക്ഷേ കബ്ബറ വേറൊരു കാര്യമുള്ളത്, ഇവൻ തക്ബീർ ചൊല്ലിയിരിക്കണം. ഇതാ കബ്ബറ ഇമാമുഹു അവന്റെ ഇമാമ് തക്ബീർ ചൊല്ലിയാൽ ഇവൻ തക്ബീർ ചൊല്ലണം. അപ്പൊ ഇവൻ ഫാത്തിഹ പൗതി എത്തിയിട്ടുള്ളൂ എങ്കിൽ ഫതസ്കുതു അൻഹുൽ ഫാത്തിഹത്തു ഫാത്തിഹ അവനെ തൊട്ട് ഒഴിവാകുന്നതാണ്. ബാക്കിയുള്ളത് ഇമാമ് വഹിക്കും എന്ന് പറയുന്ന ആ മസ്അല ഇവിടെ വരും. വഇദാ സല്ലമൽ ഇമാമു ഇമാമു സലാം വിട്ടിക്കഴിഞ്ഞാൽ തദാറക്കൽ മസ്ബൂഖു ഈ പറയപ്പെട്ട മസ്ബൂഖ് വീണ്ടെടുക്കണം, ബാക്കിയ തക്ബീറാത്തി ബാക്കിയുള്ള തക്ബീറുകളെ ഫി അദ്കാരിഹ അവയുടെ ദിക്റുകൾ സഹിതം വീണ്ടെടുക്കണം. വയുസ്തഹബു സുന്നത്താക്കപ്പെടും, അല്ലാ തുർഫഅൽ ജനാസത്തു ജനാസയെ ഉയർത്തപ്പെടാതിരിക്കൽ, ഹത്താ യുത്തിമ്മൽ മസ്ബൂഖു സലാത്തുഹു ഈ അവസാനം പിന്തുടർന്ന മസ്ബൂഖ് അവന്റെ നിസ്കാരം പൂർത്തിയാക്കുന്നതുവരെ ജനാസയെ അവിടുന്ന് ഉയർത്തപ്പെടാതിരിക്കലാണ് സുന്നത്ത്. ഫൈൻ റുഫിയത് ഇനി അഥവാ ഉയർത്തപ്പെട്ടാൽ ലം യദുറ കുഴപ്പമില്ല, ഇവന്റെ നിസ്കാരത്തെ ബാധിക്കുവൊന്നുമില്ല. വൈൻ ഹുവ്വിലത്ത് അനിൽ ഖിബ്ലത്തി ഖിബ്ലയെ തൊട്ട് ജനാസയെ തെറ്റിക്കപ്പെട്ടാലും ശരി, ഖിബ്ലയിൽ നിന്ന് മാറ്റി മറ്റു ഭാഗത്തേക്ക് ഇവനെ കൊണ്ടുപോയി ജനാസയെ, എന്നാലും ശരി ഇവന്റെ നിസ്കാരത്തിനൊരു കുഴപ്പവുമില്ല, നിസ്കാരം സഹിയാകും. കാരണം തുടങ്ങുന്ന സമയത്ത് മയ്യിത്ത് അവിടെ ഉണ്ടായതുകൊണ്ട്. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.